പണിയെടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയി. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴേതാണെങ്കിൽ നമ്മളെ നേതാക്കന്മാരെ 3 റൗണ്ട് വലം വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ. ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സുബ്രഹ്മണ്യനെ പോലെ പണിയെടുത്താൽ നമുക്ക് 100 സീറ്റൊക്കെ അസംബ്ലിയിൽ ജയിക്കാൻ യാതൊരു പ്രയാസമില്ല. ബ്ലോക്കിലൊക്കെ ഇവിടുത്തെ എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ബ്ലോക്കിലൊക്കെ തിരുവനന്തപുരത്ത് 60 വരവായി. പിന്നെ എങ്ങനെയാ ബൂത്തിലെ പ്രവർത്തിക്കേണ്ട ആളൊക്കെ മണ്ഡലത്തിലും ബ്ലോക്കിലും എടുത്താൽ ആളവിടെ പോയിട്ടൊന്നുമില്ല. പക്ഷെ ബൂത്തിൽ നിർത്തേണ്ടവരെ ബൂത്തിൽ നിർത്തണ്ടേ. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു തകരാറെന്ന് പറയുന്നത്. അപ്പൊ ബൂത്തിലെ ആൾക്കാരൊന്നും എവിടെയും പോയില്ല. പക്ഷെ നമ്മുടെ ACC പറഞ്ഞ പോലെ പണിയെടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയി. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞൊരു കഥയാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് പറയാൻ, പണ്ട് പുരാണത്തിലുണ്ടല്ലോ, ഗണപതിയും സുബ്രഹ്മണ്യനും കൂടെ മാമ്പഴത്തിന് വേണ്ടിയിട്ട് നടത്തിയ ബെറ്റ്. അതായത് നാരദൻ ഒരു മാമ്പഴം കൊണ്ട് കൊടുത്തു ശിവനും പാർവതിക്കും കൂടെ. അപ്പൊ നാരദൻ വിചാരിച്ചു ഇവർ രണ്ടുപേരും കൂടെ പണിയിക്കോട്ടെ എന്നാ വെച്ചു, ഭാര്യയും ഭർത്താവും. അപ്പോഴാണ് ഗണപതിയും സുബ്രഹ്മണ്യനും വരുന്നത്. 2 പേർക്ക് ഈ മാമ്പഴം വേണം. ശിവൻ പറഞ്ഞൊരു കാര്യം ചെയ്തോ, നിങ്ങൾ 3 ലോകം ചുറ്റിവാണ്, എന്നാൽ ഇത് വരാം. സുബ്രഹ്മണ്യം പാവം മയിലിന്റെ പുറത്ത് കയറി ലോകം ചുറ്റാൻ പറ്റി. ഗണപതിക്ക് നോക്കിയപ്പോ ഈ വയറും വെച്ചിട്ട് അനങ്ങാൻ നിവർത്തിയില്ല. മുമ്പില് മാതാപിതാക്കളെ 3 റൗണ്ട് അടിച്ചു, പഴം വന്നു. ഇപ്പോഴേതാണെങ്കിൽ നമ്മളെ നേതാക്കന്മാരെ 3 റൗണ്ട് വലം വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ. സുബ്രഹ്മണ്യന്റെ പോലെ പണിയെടുത്താലും കിട്ടുന്നില്ല. ACC പറഞ്ഞിട്ടില്ല എന്താ അറിയോ, ആ ശൈലി മാറി ഗണപതിയെ ധ്യാനിക്കുക എന്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ സുബ്രഹ്മണ്യന്റെ പ്രവൃത്തി എടുക്കുക. ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സുബ്രഹ്മണ്യനെ പോലെ പണിയെടുത്താൽ നമുക്ക് 100 സീറ്റൊക്കെ അസംബ്ലിയിൽ ജയിക്കാൻ യാതൊരു പ്രയാസമില്ല. കോഴിക്കോട് കോർപ്പറേഷനും നമുക്ക് ജയിക്കാൻ പറ്റും. നമുക്ക് മഹസൂനക്കുറിപ്പിന് ശേഷം കോൺഗ്രസിന്റെ ഒരു മേയർ ഉണ്ടായില്ല. ഭരണകാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു മേയർ കോഴിക്കോട് ഇരിക്കുന്നത് മഹസൂനക്കുറിപ്പിന് പിന്നെ റോബിനുണ്ടായിരുന്നു. പക്ഷെ അതിനെ പിരിച്ചുവിടേണ്ടിയിരുന്നു നമുക്ക്. പിന്നെ കോൺഗ്രസിന്റെ മേയർ ഉണ്ടായിട്ടില്ല. ആ ക്ഷീണം പരിഹരിക്കണം. പഞ്ചായത്തുകൾ 2010 പഞ്ചായത്ത് KC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്, റെക്കോർഡാണ് ഇവിടെ ഈ ജില്ലയിൽ. അന്ന് ജില്ലാ പഞ്ചായത്ത് പോയത് ഒറ്റ സീറ്റ് എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന ഉറപ്പുള്ള കോട്ടയ്ക്കിൽ പോയി. മറ്റേ പയ്യൂടിയിൽ ഉറപ്പായിട്ട് ജയിക്കേണ്ടതാണ്. അതുപോലെ കോർപ്പറേഷനില് 200 വോട്ടിനാണ് ഭരണം പോയത്. 2-3 വാർഡുകൾ 50 വോട്ട് 60 വോട്ടിനാണ്. അങ്ങനെ 4-5 വാർഡ് പോയപ്പോ ഭരണം പോയി. പക്ഷെ ഇന്നൊരു വ്യത്യാസമുണ്ട്. അന്നില്ലാത്ത ഒരു ശക്തി ഇപ്പോഴുണ്ട്, അതാണ് BJP. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ജയിക്കും. ഒരു കാര്യം നിങ്ങൾ ഇലക്ഷൻ കാലത്ത് പറയേണ്ടത്, ഇവിടെ BJP CPM അവിശുദ്ധം. നിങ്ങൾ BJPക്ക് ആന്റി ഇൻകമൻസിയുടെ പേരിൽ വോട്ട് ചെയ്താൽ അതിന്റെ മെച്ചം കിട്ടാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. ആ ഒരു പ്രചരണത്തിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഏതായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങിൽ കുറെ കാലത്തിന് ശേഷം ഇവിടെ DCC ഓഫീസിൽ, മറ്റേത് ഞങ്ങളൊക്കെ അട്ടത്ത് കയറി അല്ലെ, അവിടെ കൂടി വെച്ചിട്ട് അങ്ങോട്ട് കയറിയിട്ടൊക്കെയാണ് ഇരിക്കുക. അതും 10 പേര് ഇരുന്നാൽ 11ാമത്തെ തലക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഇന്ന് സംസ്ഥാന കമ്മിറ്റി വരെ കൂടാനുണ്ട്. വിശാലമായിട്ടുള്ള ഹാള്, സൗകര്യങ്ങൾ എല്ലാം നമുക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഇതിനൊക്കെ പഴയ കാലത്ത് നേതൃത്വം നൽകിയ പ്രായം ചെന്നവരെയും ബഹുമാനിക്കുക. കാരണം പ്രായം ചെന്നവരെ ബഹുമാനിച്ചില്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ പ്രയാസം നമ്മൾ എത്ര കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയാലും കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ആദരിക്കാൻ എടുത്ത തീരുമാനത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ആ പഴയ നേതാക്കൾക്കൊക്കെ ആരോഗ്യവും ദീർഘായുസും ദൈവം നൽകട്ടെ. എനിക്ക് ഒരു പ്രായം ചെന്ന ആളുടെ പിറന്നാളിന് പോയപ്പോ ഞാൻ പറഞ്ഞു, ദീർഘായുസ് ഉണ്ടാവട്ടെ. മതി എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ആരോഗ്യം കൂടി ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ എനിക്ക് മക്കളുടെ അടിയും കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലെ ആരോഗ്യവും ദീർഘായുസും ദൈവം നിങ്ങൾക്കൊക്കെ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യം ഈ കെട്ടിടത്തിന് ഉണ്ടാവട്ടെ. നമുക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നല്ല MLA-മാരുമായി അവർക്ക് സ്വീകരണം കൊടുക്കാനുള്ള ഒരവസരം ഉണ്ടാവട്ടെ. അവരെ സ്വീകരിക്കാനുള്ള യോഗം പ്രവീണിനുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.